ചരിത്രത്തിലുടനീളം മതങ്ങൾ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മതങ്ങൾ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നു. മതങ്ങൾ ലോകത്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു. മനുഷ്യൻ്റെ മഹത്തായ മാനവികതയ്ക്ക് മതങ്ങൾ എതിരാണ്. മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാവൂ, ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കൂ, നല്ലവരാവൂ തുടങ്ങിയ പ്രലപനങ്ങൾ എല്ലാ കാലത്തും, ഇക്കാലത്ത് പ്രത്യേകിച്ചും നാം കേൾക്കാറുണ്ട്. അതായത് ലോകത്ത് ഏറ്റവും അധികം രക്തച്ചൊരിച്ചിലുണ്ടാക്കിയത് മതങ്ങളാണെന്നാണ് വാദം. അതുകൊണ്ട് തന്നെ ചില വാടക യുക്തിവാദികൾ, കപട യുക്തിവാദികൾ, അവരുടെ പ്രധാന ആവശ്യം തന്നെ മതരഹിത ലോകമാണ്. മതമുപേക്ഷിച്ച് മനുഷ്യരാകുന്നതിനെക്കുറിച്ചാണ് അവരുടെ പ്രധാന ആഹ്വാനം. നമുക്ക് ലോകത്ത് നടന്ന രക്തച്ചൊരിച്ചിലുകളുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ അവയിൽ ഒന്നുപോലും മതങ്ങൾ കാരണമോ ദൈവങ്ങൾ കാരണമോ ആത്മീയ വിശ്വാസം കാരണമോ അല്ലെന്ന് കാണാം എന്ന് ഞാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിൽ. അതായത് 1ഉം 2ഉം ലോകയുദ്ധങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കി 1ഉം 2ഉം ലോകയുദ്ധങ്ങൾ മതകാരണമല്ലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് സ്റ്റാലിൻ്റെയോ മാവോയുടെയോ പോൾപോട്ടിൻ്റെയോ മറ്റ് ഭീകരന്മാരായ ഏകാധിപതികളുടെയോ കാലത്ത് നടന്ന ഒരു കൊലപാതകത്തെയും മതത്തോട് ചേർത്ത് പറയാനാവില്ല. അത് എല്ലാവർക്കും തർക്കമറ്റ കാര്യമാണ്. പിന്നീട് വരുന്നതാണ് കുരിശ് യുദ്ധം, ഇസ്ലാമിക കീഴടക്കലുകൾ, അതായത് ഖിലാഫത്ത് തുടങ്ങിയ ഇസ്ലാമിക അധിനിവേശങ്ങൾ, കുരിശ് യുദ്ധങ്ങൾ. ഇവ ഏതായാലും മതങ്ങളുടെ പറ്റിലാണ് പൊതുവേ പറഞ്ഞു കേൾക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ അവ പോലും മതങ്ങളല്ല അവയുടെ പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് കാണാം. മതങ്ങളെ അതിവിദഗ്ധമായി ദുരുപയോഗം ചെയ്ത്, വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത്, ഭൗതിക അധികാരത്തിനു വേണ്ടി നടത്തിയ യുദ്ധങ്ങളും അധിനിവേശങ്ങളും അതിക്രമങ്ങളുമായിരുന്നു അവ എന്ന് കാണാൻ സാമാന്യ ബുദ്ധി തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് മതിയാവുന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഉദാഹരണം മാത്രം എടുക്കാം. ഇപ്പോൾ ശ്രീരാമൻ്റെ പേരിൽ നടക്കുന്ന ഈ കോലാഹലങ്ങൾ മുഴുവനും യഥാർത്ഥ ശ്രീരാമനെ അയോധ്യയിൽ രാജാവാക്കി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭാരതത്തിൽ രാജാവാക്കി വാഴിച്ച ശേഷം നല്ലൊരു രാമരാജ്യം സ്ഥാപിക്കാം എന്നതിൻ്റെ പേരിലല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ശ്രീമാൻ മോഡിക്കോ അമിത്ഷാക്കോ ആദിത്യനാഥിനോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞു വരാവുന്ന ആ ശ്രേണിയിൽ വരുന്ന മറ്റ് നേതാക്കൾക്കോ അധികാരം കൈയാളാനുള്ള ഉപാധിയായിട്ടാണ് രാമൻ ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. ആർക്കാണ് അറിയാത്തത്? ഏത് രാമഭക്തനും ശ്രീരാമനെ ദൈവമായി കാണുന്നവനും കാണാത്തവനും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യമാണ് ശ്രീരാമൻ ഇവിടെ രാജാവാകാൻ പോകുന്നില്ല. ശ്രീരാമൻ ഒരിക്കലും ഇവിടെ തിരിച്ചു വന്നും ഭരണം നടത്താനും പോകുന്നില്ല. അതുതന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തിലെ ദൈവസങ്കല്പങ്ങളെ സംബന്ധിച്ച് അതിലെ ഒരു ദേവതമാരും ഇവിടെ ഭരണാധികാരികളാകാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും അവരുടെ പേരിലാണ് ഈ ഭരണം പിടിക്കാനുള്ള കോലാഹലങ്ങൾ നടത്തുന്നത്. എന്നിട്ട് ആയി വരുന്നത് ആരാണ്? മോഡിയോ അമിത്ഷായോ ആദിത്യനാഥോ മറ്റേതെങ്കിലും വ്യക്തിയോ? അവർക്ക് രാജാവാകാൻ, അവർക്ക് അധികാരം കൈയാളാനുള്ള ഒരു ഉപാധി എന്ന നിലക്ക് മാത്രമാണ് അവർ ദൈവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. തിരിച്ച് അതിൻ്റെ മറുവശം എന്ന നിലക്ക് നമുക്ക് നോക്കാം. ഹുക്കുമത്തെ ഇലാഹി, ഒരു വിഭാഗം അത് പറയുന്നു, ദൈവത്തിൻ്റെ രാജ്യം. അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ പരിശ്രമങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവോ പ്രവാചകനോ ശ്രേഷ്ഠരായ മറ്റ് മഹാന്മാരായ ഖലീഫമാരോ ഇവിടെ ഭരണത്തിൽ വരുമെന്നാണോ പറയുന്നത്? അല്ല. അവരുടെയൊക്കെ പേര് ഉപയോഗിച്ചുകൊണ്ട്, മഹാഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് രാജാവാകണം, അവർക്ക് ഭരണാധികാരിയാകണം, അവർക്ക് പ്രധാനമന്ത്രിയാകണം, അവർക്ക് ഭൗതിക വിഭവങ്ങൾ കീഴടക്കണം. ഇതാണ് അവരുടെ ആവശ്യവും. അതല്ലാതെ
ഒരു മൺമറഞ്ഞ് ചരിത്രത്തിൽ മറഞ്ഞുപോയ മഹാന്മാരായ ഏതെങ്കിലും ഒരു ഖലീഫയോ ഒരു ഭരണാധികാരിയോ മുസ്ലിം ഭരണാധികാരിയോ സാക്ഷാൽ ദൈവമോ അദ്ദേഹത്തിൻ്റെ പ്രവാചകനോ ഇവിടെ ഭരണം ഏറ്റെടുക്കും എന്ന പ്രതീക്ഷ ആർക്കാണുള്ളത്? ആർക്കുമില്ല. ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളിലൂടെ സ്വയം അധികാരം പിടിച്ചെടുക്കാനുള്ള കുതന്ത്രം മാത്രമാണ് മതങ്ങളുടെ പേര് ഉപയോഗിക്കൽ. അങ്ങനെ ഉപയോഗിച്ച് നടത്തുന്ന അതിക്രമങ്ങളിൽ ഉണ്ടാവുന്ന രക്തച്ചൊരിച്ചിൽ എങ്ങനെയാണ് മതങ്ങളുടെ പറ്റിൽ എഴുതുക? അതെങ്ങനെയാണ് ആത്മീയ കുറ്റങ്ങളാവുക? ആത്മീയതയുടെയോ ദൈവത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പ്രശ്നങ്ങളാവുന്നത് എങ്ങനെ? ഒരാൾ ഒരു സംഗതി ദുരുപയോഗപ്പെടുത്തിയാൽ, ഒരാളുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരു അതിക്രമം നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ ആ ഉപയോഗം ചെയ്ത ആളുടെ കുറ്റമായിട്ടല്ലേ കാണേണ്ടത്? ദൈവത്തെ, മതത്തെ, വിശ്വാസത്തെ, മഹത്തായ ധർമ്മങ്ങളെ മുഴുവൻ കേവല രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിനെ അതാത് മതത്തെയും ധർമ്മത്തെയും വിശ്വാസത്തെയും കുറ്റപ്പെടുത്താനാവുമോ അതിൻ്റെ പേരിൽ? ഇല്ല. അപ്പോൾ ഇന്ന് കാണുന്ന മതത്തിൻ്റെ പേരിലുള്ള എല്ലാ കോലാഹലങ്ങളും ചരിത്രത്തിൽ ഉടനീളം കണ്ട മതത്തിൻ്റെ പേരിൽ ചൊരിഞ്ഞ ഓരോ രക്തത്തുള്ളികളും ഇതെല്ലാം രാഷ്ട്രീയ കാരണങ്ങളാലായിരുന്നു. രാഷ്ട്രീയമാണ് സർവായുധ വിഭൂഷിതമായി അതിക്രമങ്ങൾ നടത്തുന്നത് എല്ലാ കാലത്തും. അതിനൊരു അറുതി എന്ന നിലക്കാണ് ഭരണമാറ്റങ്ങൾ എപ്പോഴും ഭീകരമായ രക്തച്ചൊരിച്ചിലൂടെയാണ് രാജ്യങ്ങൾ കീഴടക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും കീഴടക്കപ്പെട്ടതും ഭരണമാറ്റങ്ങൾ ഉണ്ടായതും. അതിന് ബദലായിട്ടാണ് ആധുനിക ലോകം, പരിഷ്കൃത സമൂഹം, ജനാധിപത്യം എന്നൊരു വ്യവസ്ഥിതിക്ക് രൂപം കൊടുത്തത്. ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരു കലാപമുണ്ടാകാതെ സമാധാനപരമായ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള അധികാര കൈമാറ്റം എന്നാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അതിൽ പോലും ആയുധത്തിൻ്റെ, അക്രമത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പ്രകടമാണ്, വ്യാപകമാണ്. ഇവിടെയാണ് ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ രാജ്യം പിടിക്കാൻ നടക്കുന്നു, ഈ ആധുനിക യുഗത്തിൽ പോലും. ഇതിനർത്ഥം ഈ മതത്തെ നമുക്ക് വേണ്ടെന്ന് വെക്കണം, ദൈവത്തെ വേണ്ടെന്ന് വെക്കണം, വിശ്വാസത്തെ ബഹിഷ്കരിക്കണം എന്നാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഏറ്റവും അത്യാധുനികമായ വ്യവസ്ഥിതി, ജനാധിപത്യം ഫലപ്രദമായി ഉപയോഗിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം ഈ ജനാധിപത്യത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു എന്ന വ്യാജേന അവർ തിരിച്ചു പോകുന്നത് എങ്ങോട്ടുമല്ല, പഴയ അതിക്രമത്തിലേക്കാണ്, അക്രമ സംഭവങ്ങളിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത്. അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യാജ നാമമാണ് ദൈവം, മതം, വിശ്വാസം തുടങ്ങിയവ. ഇതൊന്നും തന്നെ ഒരു മതവും ഒരു ദൈവവും സാക്ഷാൽ ദൈവത്തിന് അവൻ്റെ സൃഷ്ടികളെ കൊല്ലാൻ മറ്റൊരു സൃഷ്ടിയുടെ സഹായം തേടുമോ? ഒരു സൃഷ്ടിയെ കൊന്ന് മറ്റൊരു സൃഷ്ടിക്ക് എന്ത് ചെയ്യാനാണ് ഈ ദൈവം ഈ ലോകത്ത്? പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ എന്ത് വാഴക്കയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെ കൊല്ലുന്നത് ദൈവം? ഇവിടെ ഇവർ ദൈവത്തിൻ്റെ പേരിൽ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണോ? ദൈവം ആവശ്യപ്പെട്ടതാണോ? ദൈവത്തിന് രാജാവാകാൻ വേണ്ടിയാണോ? ദൈവത്തിന് ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അവൻ്റെ സൃഷ്ടികളെ കൊല്ലേണ്ട വല്ല കാര്യവുമുണ്ടോ? അവരൊരു മനംമാറ്റത്തിന് വേണ്ടി ആകട്ടെ എന്ന് പറഞ്ഞാൽ ആകേണ്ട കാര്യമേ ഉള്ളൂ. ഇസ്ലാമിക ദൈവസങ്കല്പം അനുസരിച്ച് ഉണ്ടാവട്ടെ എന്ന് പറയേണ്ട താമസം പോലുമില്ല, ഉണ്ടാവുക അത്രയേ ഉള്ളൂ വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ മനുഷ്യൻ ബോംബിട്ടിട്ടും മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ചും ഭരണം പിടിച്ചെടുക്കേണ്ട ഒരു യാതൊരു ഗതികേടുമില്ല ദൈവത്തിനില്ല. ദൈവത്തിൻ്റെ പ്രവാചകനുമില്ല, അവൻ്റെ മഹാന്മാരായ ഖലീഫമാർക്കുമില്ല. ആ ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരിക സാധ്യവുമല്ല. ഹുക്കുമത്തെ ഇലാഹി എന്നത് മനുഷ്യരിൽ ചിലർക്ക് രാജാവാകാനുള്ള കുതന്ത്രമായിട്ട് വേണം കാണാൻ. അതൊരിക്കലും അത് മിസ്യൂസ് ചെയ്യലാണ് ദൈവത്തിൻ്റെ പേരിന്, നാമധേയത്തെ. അത് സത്യസന്ധമല്ല, അത് തന്നെ കാപട്യമാണ്. തനിക്ക് രാജാവാകണമെന്നുണ്ടെങ്കിൽ ആ കാര്യം തുറന്നു പറഞ്ഞ് രാജാവാകാനുള്ള മാന്യമായ ജനാധിപത്യ മാർഗങ്ങൾ അവലംബിക്കട്ടെ. ആകാൻ ആഗ്രഹമുള്ളവർ, പ്രാപ്തിയുള്ളവർ, ഭരണം കൈയാളാനുള്ള ആശയങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നവർ. അതല്ലാതെ ദൈവത്തെ, വിശ്വാസത്തെ, രാമനെ, കൃഷ്ണനെ, അള്ളാഹുവിനെ, ഈശോവിനെ, യേശുവിൻ്റെ രാജ്യം, ക്രിസ്തു രാജ്യം, ക്രിസ്തു മഹാനായ യേശു ക്രിസ്തുവിനെ, ഇവരെ ഒന്നും കൂട്ടുപിടിക്കണ്ട. നിങ്ങൾക്ക് രാജാവാകണോ? നിങ്ങൾ അതിനു വേണ്ടിയുള്ള ആധുനിക രീതികൾ എന്തൊക്കെയാണോ അതനുസരിച്ച് അതിന്ന് ജനാധിപത്യത്തിലെത്തി നിൽക്കുകയാണ് നമ്മൾ. ഇതിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ജനാധിപത്യത്തിന് പരിമിതികൾ തീർച്ചയായും ഉണ്ട്. അവിടെ നിന്ന് ഇനിയും നമ്മൾ മുമ്പോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജനാധിപത്യ രീതിയിൽ മറ്റെത്രയോ പേർ ജനാധിപത്യ രീതിയിലാണ്
അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ലോകത്ത് എവിടെയും ഇന്ത്യയിൽ തന്നെയും എത്രയോ അധികാരങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ അത് അനുശാസിക്കുന്ന രീതി ശാസ്ത്രങ്ങളിലൂടെയാണ്. പിന്നെ എന്തിനാണ് ഇവിടത്തേക്ക് ദൈവത്തെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നത്, ദേവതമാരെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നത്? ഇവരെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് അവരാണോ ഇവിടെ ഭരിക്കാൻ പോകുന്നത്? അല്ലല്ലോ. ശ്രീരാമൻ്റെ പേര് പറഞ്ഞ് ഈ കലാപങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാക്കി അയോധ്യയിൽ പള്ളി പൊളിച്ച് ക്ഷേത്രമുണ്ടാക്കി. എന്നിട്ട് ശ്രീരാമനാണോ ഇവിടെ രാജാവായത്? നരേന്ദ്രമോദിയല്ലേ? നരേന്ദ്രമോദിക്ക് രാജാവാകാൻ, പ്രധാനമന്ത്രിയാകാൻ വ്യവസ്ഥാപിതമായ ജനാധിപത്യ രീതികളില്ലേ? അതിലൂടെ തന്നെയല്ലേ ആയതും. ഇതെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് വിശ്വാസികൾ ഇത് ചിന്തിക്കുന്നില്ല? വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് കപട യുക്തിവാദികൾ, വാടക യുക്തിവാദികൾ എന്ന് ഞാൻ പറയും. അവർ പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കൂ, ആത്മീയത ഉപേക്ഷിക്കൂ, മൂല്യവ്യവസ്ഥകളെ തകർത്ത് കളയൂ, എന്നിട്ട് വേണം ഇവർക്ക് ഇവരുടെ അരാജകത്വത്തിന് വഴിയൊരുക്കാൻ. പതിനായിരങ്ങൾ ലക്ഷം വർഷങ്ങൾ മനുഷ്യൻ അരാജകത്വത്തിൽ കഴിഞ്ഞുകൂടിയവരാണ് മനുഷ്യൻ. പടിപടിയായിട്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അരാജകത്വം കാണാത്തവരോ അനുഭവിക്കാത്തവരോ അല്ല നമ്മുടെ പൂർവികന്മാർ. എത്രയോ അരാജകത്വത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും മൂല്യരാഹിത്യത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ടത് മതമല്ല, വിശ്വാസമല്ല, ദൈവങ്ങളല്ല. പക്ഷേ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരുള്ള കാപട്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത്. എന്നിട്ട് സത്യസന്ധമായി ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് വരും. നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാണോ? അല്ലെങ്കിൽ അതിനോട് താഴോട്ടുള്ള ശ്രേണിയിൽ ഏതെങ്കിലും അധികാരം വേണം? ഇതല്ലേ ആവശ്യം? അതിന് വ്യവസ്ഥാപിത മാർഗമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ഒരു പൊടി രക്തം വേണ്ടാത്ത, ആവശ്യമില്ലാത്ത, ഒരു കലാപത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കൂട്ടക്കൊലയുടെയും ആവശ്യകതയേ ഇല്ലാത്ത തരത്തിൽ ഭരണത്തിൽ അധികാര കൈമാറ്റങ്ങൾ നടത്താനുള്ള സംവിധാനമുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ഏറ്റവും വിശിഷ്ടമായൊരു സംവിധാനം ആധുനിക മനുഷ്യൻ സംവിധാനിച്ചു വെച്ചത്. പിന്നെ എന്തിനാണ് ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അവരുടെ പേരും കൂടി വഷളാക്കുന്നത്? അതുകൊണ്ട് മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പേരിൽ നടക്കുന്ന ഒരു വ്യവഹാരവും യഥാർത്ഥത്തിൽ മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ താല്പര്യാനുസരണമല്ല നടക്കുന്നത് എന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല എന്നിരിക്കെ, എന്നിട്ടും ഈ കലാപങ്ങളുടെ പേരിൽ, ഈ രക്തച്ചൊരിച്ചിലുകളുടെ പേരിൽ ഉപേക്ഷിക്കപ്പെടേണ്ടത് ദൈവമാണോ? വിശ്വാസമാണോ? ധാർമ്മിക മൂല്യങ്ങളാണോ? അല്ലല്ലോ. അതിക്രമശാലികളായ ഈ വ്യക്തികളുടെ അതിമോഹങ്ങളും വ്യാജങ്ങളും കാപട്യങ്ങളുമാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്. യഥാർത്ഥത്തിലുള്ള മതം മുന്നോട്ട് വെക്കുന്ന മൂല്യവ്യവസ്ഥകളെ നിങ്ങൾ മുറുകെ പിടിക്കുക. ജനാധിപത്യ മൂല്യങ്ങൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ രാജ്യ വ്യവഹാരങ്ങളെ കൈകാര്യം ചെയ്യാം. ഇതാണ് വേണ്ടത്. ദൈവത്തിന് വേണ്ടിയല്ല, തിയോളജിക്കൽ അല്ല തന്നെ, എല്ലാം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ. ഇതല്ലാതെ തിയോളജിക്കലായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവശാസ്ത്രപരമായിട്ട് യുദ്ധങ്ങളില്ല. ദൈവം യുദ്ധം ചെയ്യുന്നവനല്ല. ദൈവം സമാധാനം സംസ്ഥാപനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ദൈവസങ്കല്പം അതിനുവേണ്ടി ആയിരിക്കണം ദൈവസങ്കല്പം. അതല്ലെങ്കിൽ പോലും നമ്മൾ പറയും കുരുക്ഷേത്രത്തിൽ യുദ്ധമുണ്ട്, ഇസ്ലാമിലെ ഖന്തക്ക്, ഉഹദ് തുടങ്ങിയ യുദ്ധങ്ങളുണ്ട്. ഇതെല്ലാം മാനുഷിക ആവശ്യങ്ങളുടെ പേരിലുള്ള യുദ്ധങ്ങളോ ഏറ്റുമുട്ടലുകളോ ആയിരുന്നു എന്ന് കാണാം. ആത്മീയതയുടെ യഥാർത്ഥ ആത്മീയ മൂല്യവ്യവസ്ഥയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയോട് ഏറ്റുമുട്ടേണ്ടതായിട്ടില്ല. ഇത്രയും ആത്മീയതയുടെ ബാലപാഠം പോലും അറിയാതെ വിശ്വാസികളെ, ക്ഷിപ്രവിശ്വാസികളെ, കപടവിശ്വാസികളെ വ്യാമോഹിപ്പിച്ച് അക്രമത്തിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും നയിക്കുന്നതിനെ മതമെന്നല്ല പറയുക. അതൊരു കാപട്യമാണ്, അതൊരു വ്യാജമാണ്. അതിനു പകരം നമ്മുടെ വാടക യുക്തിവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ എക്സ് മുസ്ലിങ്ങൾ, യുക്തിവാദികൾ. സത്യത്തിൽ റാഷണലിസം എന്നത് യഥാർത്ഥ മികച്ച ഒരു ദൈവ മൂല്യാധിഷ്ഠിതമായ ഒരു ദൈവസങ്കല്പത്തെ ആര് പിന്തുടരുന്നു? അവരാണ് റാഷണലിസ്റ്റുകൾ, അവരാണ് യുക്തിബോധമുള്ളവർ. കാരണം ഭൂമിയിൽ സമാധാനത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി മാന്യമായ ഒരു ആത്മീയ വഴി തേടുന്നവരാണവർ. അതാണ് യുക്തിവാദം. ഭൂമിയിൽ മൂല്യവ്യവസ്ഥകളെ ഉപേക്ഷിക്കൂ, ദൈവത്തെ ഉപേക്ഷിക്കൂ, പാരമ്പര്യമായിട്ടുള്ള എല്ലാ നന്മകളെയും വർജിക്കൂ എന്ന് പറയുന്നവൻ സതുദ്ദേശത്തോടെ അല്ല അത് പറയുന്നത് എന്ന് കാണാൻ അധികം പഠിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? അരിയാഹാരം എന്ന് പറയും, അരിയാഹാരം കഴിക്കണമെന്ന് പോലുമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിൻ്റെ പിന്നിൽ
ചതി മനസ്സിലാക്കാൻ. ഇത് രാമരാജ്യക്കാരുടെ കാര്യത്തിലായാലും ക്രിസ്തു രാജ്യക്കാരുടെ കാര്യത്തിലായാലും ഹുക്കുമത്തെ ഇലാഹിക്കാരുടെ കാര്യത്തിലായാലും വസ്തുതയാണ്. ഈ മൂന്ന് കൂട്ടരും മൂന്ന് മത ചിഹ്നങ്ങളെ, മതവ്യവസ്ഥകളെ, വിശ്വാസികളെ ചൂഷണം ചെയ്യുകയാണ്. ഈ മൂന്ന് കൂട്ടരുടെയും ദൈവങ്ങൾക്കോ അതിലെ പുണ്യാളന്മാർക്കോ ഇവിടെ ഒന്ന് ഭരണം നടത്താനാവില്ല. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കൈകാര്യം ചെയ്യാനാണ് ഭൗതിക വിഭവങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടിയാണ്, കൈയടക്കാൻ വേണ്ടിയാണ് അവർ ഈ മതങ്ങളുടെ, തങ്ങളുടെ വിശ്വാസങ്ങളുടെ, പ്രമാണങ്ങളുടെ, പുണ്യാളന്മാരുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത്. ഈ സത്യം തുറന്നു പറയാൻ നമുക്ക് വൈകിപ്പോയി. ഈ സത്യം തുറന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. ഒരു ദൈവത്തിന് വേണ്ടി ആരും ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടതില്ല, യുദ്ധം ചെയ്യേണ്ടതില്ല. സഹജീവികളെ, സാധുജീവികളുടെ മുകളിൽ, തലക്ക് മുകളിൽ ബോംബിടേണ്ടതില്ല. പിന്നെ ഏത് ദൈവത്തിന് വേണ്ടിയാണ് ഇവർ കൊല നടത്താൻ വാളെടുക്കുന്നത്? ദൈവങ്ങൾക്ക് വാളല്ല വേണ്ടത്, മസ്തിഷ്കമാണ് മനുഷ്യർക്ക് വേണ്ടത്. അതിൻ്റെ ഉപയോഗമാണ് നമുക്ക്. വാളും പരിചയം മറ്റ് യുദ്ധോപകരണങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ടൂൾസാണ്, ഉപകരണങ്ങളാണ്. മതത്തിന്, യഥാർത്ഥ മതത്തിന്, ആത്മീയതക്ക് അതിൻ്റെ ആവശ്യമില്ല. ആരെങ്കിലും മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ പുണ്യാളന്മാരുടെയോ പേരുപയോഗിച്ചുകൊണ്ട് ആയുധം തൻ്റെ സൃഷ്ടിക്ക് മേലെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, ആയുധം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ കപടന്മാരാണ്. അവർ കളിക്കുന്നത് ആത്മീയതയല്ല അവരുടേത്. ആത്മീയത എന്ന് പേരിട്ട് അവർ അവകാശപ്പെട്ടാൽ പോലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല. അത് ശുദ്ധമായ രാഷ്ട്രീയ വ്യാമോഹം മാത്രമാണ് അവരുടേത്. ആ രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും ദൂരം, ഇത്രയും നൂറ്റാണ്ടുകൾ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ജനാധിപത്യം എന്ന മഹത്തായ ഒരു ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ജനാധിപത്യ ആശയത്തിലൂടെ അല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അഭികാമ്യമല്ല, ഗുണകരവുമല്ല ഈ ലോകത്തിന്. ഇപ്പോഴും ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ, ഫാസിസ്റ്റുകൾ, എത്ര വൈരുദ്ധ്യമാണിത്, എത്ര ലജ്ജാകരമാണ് ഈ അവസ്ഥ. മനുഷ്യൻ ഇത്രയേറെ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് ഇത്ര ഉന്നതമായ പല സംവിധാനങ്ങളും ഒരുക്കിയ ശേഷവും പ്രാകൃത രീതിയിലേക്ക് തിരിച്ചുപോക്ക് നടത്താനുള്ള ശ്രമങ്ങളല്ലേ ഇതിനെ കാണാൻ, ശ്രമങ്ങളായിട്ട് വേണം ഇതിനെ കാണാൻ. അതായത് ഇത്ര ആധുനികമായ സംവിധാനങ്ങൾ കൺമുമ്പിലുണ്ടായിട്ടും, ജനാധിപത്യത്തിൻ്റെ മാർഗങ്ങളുണ്ടായിട്ടും അധികാരം പിടിക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക. കുതന്ത്രങ്ങളിൽ ഒന്ന്, പ്രധാന കുതന്ത്രമാണ് മതം, ദൈവം, ശ്രീരാമൻ, പടച്ചോൻ, ക്രിസ്തു. ശുദ്ധവ്യാജമാണിത്. നമ്മൾക്ക് സ്വീകാര്യമാണ്. നാളെ ശ്രീരാമൻ ഇവിടെ രാജാവാകുകയാണെങ്കിൽ തീർച്ചയായും ഐ ലവ് ദാറ്റ്. കൊണ്ടുവരാമോ? രാമരാജ്യക്കാരോട് ചോദിക്കുകയാണ് ഞാൻ. മോഡിക്ക് രാജാവാണെങ്കിൽ മോഡിയുടെ കാര്യം പറഞ്ഞാൽ മതി, ശ്രീരാമൻ്റെ കാര്യം പറയണ്ട. ശ്രീരാമൻ ഇവിടെ രാജാവായി വരികയാണെങ്കിൽ നമുക്ക് 100%, 1000% ഇഷ്ടമാണ്. ക്രിസ്തു, മഹാനായ യേശു ക്രിസ്തു ഇവിടെ ഭരണാധികാരം നടത്താൻ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഇതുമില്ല, നമ്മൾ അതിൻ്റെ കൂടെയാണ്. വോട്ട് അവർക്കാണ്. ഹുക്കുമത്തെ ഇലാഹി, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു ദീൻ അള്ളാഹു നേരിട്ട് ഇവിടെ നടത്താൻ പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വോട്ട് അതിനുമാണ്. പക്ഷേ ഈ വിളവ്, ഈ നമ്മുടെ നാടൻ ഭാഷയിൽ, കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞ വിളവുണ്ടല്ലോ, ഈ വിളവ് ഈ അല്പവിശ്വാസികൾക്ക് കൊള്ളാം. അല്പമെങ്കിലും ചിന്താശേഷിയുള്ള ഒരു വിശ്വാസിക്കും ഇത് ബോധ്യമാവില്ല. ഇവിടെ രാമൻ ഭരിക്കാൻ പോകുന്നതോ അള്ളാഹു നേരിട്ട് ഭരണം നടത്താൻ പോകുന്നതോ ഒന്നും നമുക്ക് വിശ്വാസയോഗ്യമായ വാദഗതികളല്ല, വാഗ്ദാനങ്ങളുമല്ല. അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും കാലത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരൂ. കാലത്തിൻ്റെ പുരാതന ജീർണിച്ച് നാമാവശേഷമായി പോയ പ്രാകൃത സ്വഭാവങ്ങൾ പുറത്തെടുക്കാതിരിക്കൂ. ആധുനിക മനുഷ്യന് ഏറ്റവും സുഖകരമായ രീതിയിൽ, ആർക്കും ഉപദ്രവകരമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന രാഷ്ട്രീയ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിക്കൂ. ഈ പഴയ രാഷ്ട്രീയ തുരുമ്പിച്ച രാഷ്ട്രീയ വങ്കത്തരങ്ങൾ ഉപേക്ഷിക്കൂ. യുക്തിവാദികൾ, കപട യുക്തിവാദികൾ, അവർ യഥാർത്ഥ യുക്തിവാദികളാണെങ്കിൽ അവർ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടേണ്ടത് രാഷ്ട്രീയത്തിൻ്റെ പേരുള്ള ഈ കാപട്യങ്ങളെയാണ്, ദൈവത്തെ അല്ല, മതത്തിൻ്റെ മൂല്യവ്യവസ്ഥകളെയല്ല. അത് അവരുടെ ദുരുദ്ദേശത്തെയാണ് കാണിക്കുന്നത്. ഇത് ചിന്തിക്കാനുള്ള ശേഷി വിശ്വാസികൾ ആർജിച്ചേ മതിയാവൂ. എല്ലാത്തരം വിശ്വാസികളും. നിങ്ങൾ ഏത് തരം വിശ്വാസം പുലർത്തണം എന്നതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല, ആർക്കും അധികാരമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. ശ്രീ നാരായണ ഗുരു പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മതം ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു വിശ്വാസവും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അത് ഏറ്റവും ആയിത്തീരാൻ ആഗ്രഹിക്കണം. അതല്ലാതെ ഇന്ന മതമേ പാടുള്ളൂ, മറ്റൊരു മതം പാടില്ല എന്നുള്ളത് തന്നെ ഒരു മതരാഹിത്യമാണ്. അത് ദൈവസങ്കല്പത്തിന് വിരുദ്ധമാണ്, ആത്മീയതക്കെതിരാണ്. അതുകൊണ്ട് ഈ
അളിഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നവർ മഹത്തായ മതചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യരുത്. മതത്തിൻ്റെ പുണ്യഗ്രന്ഥങ്ങളെ അവഹേളിക്കരുത്. മഹാന്മാരായ ചരിത്ര പുരുഷന്മാരുടെ പേര് അനാവശ്യമായി വലിച്ചേർച്ചുകൊണ്ട് ഇവരുടെ ക്ഷുദ്രമായ സങ്കുചിതമായ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അള്ളാഹുവിനെയും ക്രിസ്തുവിനെയും വലിച്ചേർച്ച് കൊണ്ടുവരരുത്. ഇത് കേവല രാഷ്ട്രീയമാണ് ഇവർ കളിക്കുന്നത്. ഭൂമിയിൽ ചൊരിഞ്ഞ രക്തം മുഴുവനും രാഷ്ട്രീയത്തിന് വേണ്ടി ചൊരിഞ്ഞതാണ്, അധികാരത്തിന് വേണ്ടി ആർത്തി പിടിച്ച് ചൊരിഞ്ഞതാണ്, ദൈവങ്ങൾക്ക് വേണ്ടിയല്ലത്. പക്ഷേ പറയപ്പെട്ടത് മുഴുവൻ ദൈവങ്ങളുടെ മതങ്ങളുടെ പേരാണ് എന്ന് കാണാം. ഈ വസ്തുത ചൂണ്ടിക്കാണിക്കാൻ എത്രയോ വൈകിപ്പോയി. ഈ വസ്തുത അറിഞ്ഞും അറിയാത്ത പോലെ നടക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഇത് കാണിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും മനസ്സിലാക്കിയവർ കൂടുതൽ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തി കൂടുതൽ ബോധ്യപ്പെടുക. ബോധ്യപ്പെടാത്തവർ ബോധ്യത്തിന് വേണ്ടി കൂടുതൽ ഈ വിഷയത്തിൻ്റെ ട്രാക്കിലേക്ക് പ്രവേശിച്ച് അതിലൂടെ മുന്നോട്ട് പോയാൽ അവർക്ക് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായ രീതികൾ പഠിക്കാനാവും. പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ സമാധാനകാംക്ഷികളാവുക. നമുക്ക് നമ്മുടെ സഹവർത്തിത്വം, നമ്മുടെ കോ എക്സിസ്റ്റൻസിന് വേണ്ടി അതെങ്കിലും ഒരു സംഭാവനയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ അധിനിവേശങ്ങളും